നമസ്കാരം. കേരളവാണി വാർത്തകളിലേക്ക് സ്വാഗതം. യുദ്ധഭീകരത, ദൈവം സമാധാനത്തിന്റെ വിത്തുപാകട്ടെ എന്ന് ഫ്രാൻസിസ് പാപ്പ. 2 വർഷങ്ങളോളമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും മാസങ്ങളോളമായി തുടരുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിലും ദുരിതമനുഭവിക്കുന്ന സാധാരണ ജനങ്ങളെ മറക്കാതെ ഫ്രാൻസിസ് പാപ്പ നാളുകളായി യുദ്ധദുരിതത്തിലകപ്പെട്ട് വളരെയധികം അവശത അനുഭവിക്കുന്ന പ്രിയപ്പെട്ട ഉക്രൈൻ ജനതയ്ക്ക് നമ്മുടെ പ്രാർത്ഥനാ സാമീപ്യം പുതുക്കി ഉറപ്പു നൽകാമെന്ന് പാപ്പ പറഞ്ഞു. യുദ്ധത്തിന്റെ സഹനത്തിന് കീഴിലായിരിക്കുന്ന ഈ ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈ രാഷ്ട്രങ്ങളിലെ അധികാരികളായവരുടെ ഹൃദയങ്ങളിൽ ദൈവം സമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന് പ്രാർത്ഥനാശംസകൾ നേർന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ. സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട മാർ റാഫേൽ തട്ടിലിന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പ്രാർത്ഥനാശംസകളും അഭിനന്ദനങ്ങളും നേർന്നു. ശംഷാബാദ് ബിഷപ്പായി സേവനമനുഷ്ഠിച്ചു വന്നിരുന്ന മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ പുതിയ സ്ഥാനലബ്ധി സീറോ മലബാർ സഭയ്ക്ക് പ്രത്യേകമായും കത്തോലിക്ക സഭയ്ക്ക് പൊതുവിലും പ്രയോജനകരമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ തൽപരനും പണ്ഡിതനുമായ മാർ റാഫേൽ തട്ടിൽ പിതാവ് സീറോ മലബാർ സഭയെ മുന്നോട്ട് നയിക്കാൻ തികച്ചും അനുയോജ്യനാണ് എന്നും ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ കൂട്ടിച്ചേർത്തു. ധന്യ മദർ എലീഷ്യ കൃതജ്ഞതാ ബലിയർപ്പണം നടത്തി. ഭാരതത്തിലെ ആദ്യ കർമ്മലീത്ത അംഗവും കേരളത്തിലെ പ്രഥമ സന്യാസിനിയുമായ ധന്യായ മദർ എലീഷ്യയുടെ ഓർമ്മകളെ പ്രാർത്ഥനകളാക്കി മാറ്റി കേരള കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ മദർ അന്ത്യവിശ്രമം കൊള്ളുന്ന വരാപ്പുഴ കോൺവെന്റിന്റെ പരിസരത്ത് അലങ്കരിച്ച പന്തലിൽ വെച്ച് കൃതജ്ഞതാ ബലിയർപ്പണത്തിന് വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത അഭിവന്യ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ധന്യായ മദർ എലീഷ്യയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുവാനുള്ള നൊവേന പ്രാർത്ഥന ജാൻസി രൂപതയുടെ മെത്രാൻ അഭിവന്യ ഡോക്ടർ പീറ്റർ പറപ്പള്ളി നിർവഹിച്ചു. ധന്യായ മദർ എലീഷ്യയുടെ ചിത്രത്തിന്റെ അനാച്ഛാദന കർമ്മം തിരുവനന്തപുരം ലത്തീൻ രൂപത മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ തോമസ് ജെനെറ്റോ നിർവഹിച്ചു. 2023 നവംബർ 8 വത്തിക്കാനിൽ വെച്ച് മദർ എലീഷ്യയെ ധന്യയായി പ്രഖ്യാപിച്ച ഫ്രാൻസിസ് പാപ്പയുടെ ഡിക്രി ഇറ്റാലിയൻ ഭാഷയിലുള്ളത് OCD സഭയുടെ പ്രൊവിൻഷ്യൽ പെരിയ ബഹുമാനപ്പെട്ട ഫാദർ അഗസ്റ്റിൻ മുള്ളൂർ വായിച്ചു. അതിന്റെ മലയാള പരിഭാഷ വരാപ്പുഴ അതിരൂപത ചാൻസലർ ഫാദർ എബിജി നടക്കൽ വായിക്കുകയും ചെയ്തു. കേരളത്തിൽ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ധന്യയായ മദർ എലീഷ്യയുടെ നാമത്തിലുള്ള സ്ത്രീ ശാക്തീകരണ അവാർഡ് ശ്രീമതി കൂളിയത്ത് ലിമ പീറ്ററിന് വരാപ്പുഴ അതിരൂപത മുൻ മെത്രാപ്പൊലീത്ത അഭിവന്യ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ നൽകി. ധന്യായ മദർ എലീഷ്യയുടെ വിശുദ്ധ വചനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം കോട്ടപ്പുറം രൂപത മുൻ മെത്രാൻ ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി നിർവഹിച്ചു. സിസ്റ്റർ സൂസി രചിച്ച ധന്യ മദർ എലീഷ്യ പുണ്യസരണിയുടെ അനശ്വര പ്രയാണം എന്ന പുസ്തകം സുൽത്താൻപേട്ട് രൂപത മെത്രാൻ അഭിവന്യ ഡോക്ടർ ആന്റണി സ്വാമി പീറ്റർ അബീർ പ്രകാശനം നടത്തി. മദർ എലീഷ്യ ഈ സബ്ലൈം ഇനീഷ്യേറ്റർ ഓഫ് ദ സിനഡൽ ലിവിംഗ് എന്ന പുസ്തകം ലക്നൌ രൂപത മെത്രാൻ അഭിവന്യ ജെറാൾഡ് ജോൺ മത്യാസ് പിതാവ് പ്രകാശന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് നേട്ടവുമായി KLCA വരാപ്പുഴ അതിരൂപത. ക്രൈസ്തവ പാരമ്പര്യ വേഷം ധരിച്ചവരുടെ ഏറ്റവും വലിയ സംഗമം നടത്തി റെക്കോർഡ് നേട്ടവുമായി KLCA വരാപ്പുഴ അതിരൂപത. കേരള ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെ ഔദ്യോഗിക സംഘടനയായ KLCA വരാപ്പുഴ അതിരൂപത സമിതിയുടെ നേതൃത്വത്തിലാണ് 2023 ഡിസംബർ 9 എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ പൈതൃകം മെഗാ ഇവന്റ് സംഘടിപ്പിച്ചത്. പരമ്പരാഗത ക്രൈസ്തവ വേഷമായ ചട്ടയും മുണ്ടും നാടനും കവായയും ധരിച്ച 4000-ഓളം വനിതകളും 500-ലധികം പുരുഷന്മാരും പങ്കെടുത്ത പരിപാടി ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ളയാണ് ഉദ്ഘാടനം ചെയ്തത്. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും പരമ്പരാഗത വേഷത്തിൽ റാലിയിൽ അണിനിരന്നു. പൈതൃക ക്രിസ്ത്യൻ കലാരൂപങ്ങളായ ചവിട്ടുനാടകവും മാർഗം കളിയും പരിചമുട്ടുകളിയും ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നു. പഴമയുടെ രുചിക്കൂട്ടുകൾ ഉൾപ്പെടുത്തിയ ഫുഡ് ഫെസ്റ്റിവലും പൈതൃക കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. റെക്കോർഡ് നേട്ടത്തിന്റെ സർട്ടിഫിക്കറ്റുകളും മറ്റ് രേഖകളും ബെസ്റ്റ് ഓഫ് ഇന്ത്യ പ്രതിനിധികളിൽ നിന്നും അതിരൂപത പ്രസിഡന്റ് CJ പോൾ ഏറ്റുവാങ്ങി. ഇതിനോടനുബന്ധിച്ച വിപുലമായ ആഘോഷ പരിപാടികൾ അടുത്ത ദിനങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് ജനറൽ സെക്രട്ടറി റോയ് പാളയത്തിൽ അറിയിച്ചു. അഭിമാനകരമായ നേട്ടം കരസ്ഥമാക്കിയ KLCA ഭാരവാഹികളെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അഭിനന്ദിച്ചു. ആൽബർഷ്യൻ നോളജ് സമ്മിറ്റ് 2024. സെയിന്റ് ആൽബർട്ട്സ് കോളേജ് ഓട്ടോണമസ് എല്ലാ വർഷവും നടത്തിവരുന്ന ആൽബർഷ്യൻ നോളജ് സമ്മിറ്റ് ഈ വർഷവും അമേരിക്കയിലെ യേൽ സർവകലാശാലയിലെ പ്രൊഫസറും ലോകപ്രശസ്ത തത്വചിന്തകനുമായ ഡോക്ടർ തോമസ് പെഗ്ഗെ ഉദ്ഘാടനം ചെയ്തു. കോളേജ് ചെയർമാൻ ഡോക്ടർ ആന്റണി തോപ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനുവരി 8 മുതൽ ഫെബ്രുവരി 9 വരെ നീണ്ടു നിൽക്കുന്ന ഈ സമ്മിറ്റിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഗവേഷണ വിദഗ്ധരും ശാസ്ത്രജ്ഞരും വിദ്യാർത്ഥികളും വിവിധ വിഷയങ്ങളിൽ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും സംവദിക്കുകയും ചെയ്യും. വാർത്തകൾ സമാപിച്ചു.